നിലമ്പൂരിലെ അങ്കത്തട്ടിലേക്ക് വീണ്ടും വരാം. ഇനിയിപ്പോൾ നിലമ്പൂരാണല്ലോ അടുത്ത ഇലക്ഷൻ വരെ ഒരു പ്രധാന വിഷയം. അപ്പോൾ എല്ലാ ദിവസവും ചില ന്യൂസ് വീഡിയോകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഈ UDF-ലെ പടലപ്പിണക്കവും കുത്തിത്തിരിപ്പും ഒക്കെ മറനീക്കി പുറത്തു വരികയാണ്. ദേശീയ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP മലയാളി നിലമ്പൂരിൽ അവതരിച്ചു. അദ്ദേഹം ചെയ്ത പ്രസംഗവും പ്രസ്താവനയുമൊക്കെ ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. KC വേണുഗോപാലിന്റെ ആവശ്യം ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുക എന്നതല്ല, തോൽക്കുക എന്നതാണ്. ഞങ്ങളിത് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് വിമ്മിട്ടം വരരുത്. ഉള്ള സത്യം തുറന്ന് പറയുകയാണ്. വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ KC വേണുഗോപാലിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് തോക്കണം. ആ തോൽവി VD സതീശന്റെ തോൽവിയാണ്. VD സതീശന്റെ വൺ മാൻ ഷോ ആണല്ലോ കണ്ടത്. അത് VD സതീശന്റെയും ഷാഫി പറമ്പലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും തോൽവിയാണ്. അപ്പൊ ആര്യാടൻ ഷൗക്കത്ത് തോറ്റാൽ, നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ അടുത്ത ആവശ്യമുയരും. കേരളത്തിലെ കോൺഗ്രസിനെ അടുത്ത ഒരു കൊല്ലത്തിനകം കഴിഞ്ഞു നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വരുന്ന നവംബർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ നയിക്കാനുള്ള ശേഷി പ്രതിപക്ഷ നേതൃനിരയിലെ നേതാവായ പ്രതിപക്ഷ നേതാവ് VD സതീശനില്ല. സതീശൻ സ്ഥാനമൊഴിയണം. ടീം പിന്നിലിരുന്ന് രമേശ് ചെന്നിത്തല കളിക്കുന്നുണ്ട്. KCയുടെ ആഗ്രഹം എന്താണ്? UDF ജയിച്ചു വരാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി കുപ്പായുമായിട്ട് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് പറന്നിറങ്ങണം. അതിന് പ്രധാന തടസ്സമാരാണ് VD സതീശൻ, പിന്നെ രണ്ടാമത്തെ തടസ്സം രമേശ് ചെന്നിത്തല. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇതാണ് നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്താണ് KC വേണുഗോപാലിന്റെ തന്ത്രമെന്ന് ആലോചിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് കുടുംബത്തെ ആക്ഷേപിച്ചു, അവഹേളിച്ചു എന്നാണ്. എന്താ സത്യം? നമുക്കറിയാം, ഒരേ സമയം ആത്മീയ നേതാവായും, ആ പ്രയോഗമാണ് ശരി, ഒരേ സമയം ആത്മീയ നേതാവായും രാഷ്ട്രീയ നേതാവായും പകർന്നാടുന്ന പാണക്കാട് തങ്ങൾമാരെ അവരുടെ രാഷ്ട്രീയത്തെയാണ് വിമർശിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത് അവരുടെ രാഷ്ട്രീയത്തിലെ ചില നെറികേടില്ലായ്മകളെയാണ്, നെറികേടുകളെയാണ്. എന്താണ്? ഒരു ആത്മീയ ആചാര്യൻ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായിട്ട് തലപ്പത്തിരിക്കുക, മുസ്ലിം ലീഗിന്റെ. അപ്പോ രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആത്മീയ ആചാര്യനായാൽ പോലും വിമർശിക്കപ്പെടും രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. വളരെ വ്യക്തമല്ലേ? UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് BJP മുഖ്യമന്ത്രി, ഒരേ സമയം സന്യാസിയും UP മുഖ്യമന്ത്രിയുമാണ്. അപ്പൊ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അയാളുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കും, എതിർക്കും. ഇതൊക്കെ അതിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഇവിടെ വിഷയം അതല്ല. ഈ പിണറായി വിജയൻ പാണക്കാട് തങ്ങൾ കുടുംബത്തെ അവഹേളിച്ചു, ആക്ഷേപിച്ചു എന്ന് പറയുന്നിടത്ത് എന്താ സത്യം? ഒരു സത്യവുമില്ല. പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? നിങ്ങളുടെ രാഷ്ട്രീയം നമ്മൾ ചോദ്യം ചെയ്യും, നിലപാടുകളെ ചോദ്യം ചെയ്യും, വിമർശിക്കും. അത് രാഷ്ട്രീയത്തിലായതുകൊണ്ടാണ്. അതുകൊണ്ട് ചെയ്യേണ്ടതാണ്, രാഷ്ട്രീയം അവസാനിപ്പിച്ചിട്ട് പാണക്കാട്ട് തങ്ങൾ ആത്മീയ ആചാര്യനായിട്ട് അവിടെ വിലസുക, ഓതിക്കൊടുക്കൽ കൊണ്ട് കിട്ടുന്ന ദക്ഷിണ വാങ്ങി അവിടെ ഇരിക്കുക. ഇതൊക്കെയാണല്ലോ പ്രശ്നം. ഈ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടക്കാത്തത് എന്തുകൊണ്ട്? വ്യാജ ആത്മീയ വ്യാപാരിയാണ് എന്ന് പറഞ്ഞത് പിണറായി വിജയനാണോ? രേഖകൾ പരിശോധിക്കുക, റെക്കോർഡുകൾ നോക്കുക. പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്താണ്. ആരാണ് ആര്യാടൻ ഷൗക്കത്ത്? നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി, പിന്തുണയ്ക്കുന്നത് ലീഗ്. ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ എന്തായിരുന്നു? തങ്ങൾ ആത്മീയ വ്യാപാരിയായ തട്ടിപ്പുകാരനാണെന്നും. ശ്രദ്ധിച്ച് കേൾക്കണം, ലെഫ്റ്റ് വോയിസ് പഴയ ഫയൽ എടുക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ വാചകങ്ങൾ, ഈ പറഞ്ഞ വാചകങ്ങൾ തിരിഞ്ഞു കൊത്തും തിരിച്ചടിക്കും എന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. അന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് തങ്ങൾ ആത്മീയ വ്യാപാരിയായ തട്ടിപ്പുകാരനാണെന്നും അവിടെ റെയ്ഡ് നടക്കാത്തത് എന്തുകൊണ്ടാണെന്നുമാണ് ആര്യാടൻ ഷൗക്കത്ത് ചോദിച്ചത്. ഇനി മറ്റൊരു കാര്യം,
പാണക്കാട് തങ്ങൾമാരെ പറ്റി ഏറ്റവും എതിർത്ത് സംസാരിച്ചിട്ടുള്ളത് ആരായിരുന്നു? കോൺഗ്രസിന്റെ ചരിത്രം നോക്കിയാൽ കോൺഗ്രസിലെ നേതാക്കളിൽ ഇപ്പൊ ഷൗക്കത്ത് ഇങ്ങനെ പറഞ്ഞു, ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദാണ് ലീഗിന്റെ തങ്ങൾമാരെ ഏറ്റവും കടന്നാക്രമിച്ച് സംസാരിച്ചിട്ടുള്ളത്. തങ്ങൾമാര് വിശുദ്ധന്മാരൊന്നും അല്ലല്ലോ, എന്തേ വിമർശിച്ചുകൂടെ? വിമർശിക്കും, ഇനിയും വിമർശിക്കും എന്നൊക്കെ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിലും നിയമസഭയിലുമൊക്കെ പ്രസംഗിച്ച വാക്കുകൾ നമ്മളിപ്പോഴും എടുത്തു നോക്കുക, ഓർത്തു നോക്കുക നമ്മുടെ പ്രേക്ഷകര്, ജനങ്ങൾ. ഒരു CPM നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇന്നുവരെ ഇത്രയും കടുത്ത ഭാഷയിൽ പാണക്കാട് കുടുംബത്തെ വിമർശിച്ചിട്ടില്ല. വിമർശിച്ചത് ആര്യാടൻ കുടുംബമാണ്. അപ്പൊ വേണുഗോപാൽ ഈ തുറുപ്പ് ചീട്ടെടുത്ത് ഇപ്പൊ പുറത്ത് ഈ കാർഡ് എടുത്തിട്ട് എന്തിനാണ്? വളരെ തന്ത്രപൂർവമാണ് ഇത്. അതായത് ആര്യാടൻ ഷൗക്കത്ത് തോൽക്കണം എങ്കിൽ മാത്രമേ VD സതീഷിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റുള്ളൂ, എനിക്ക് എന്റെ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ് ഈ പ്രസ്താവന KC വേണുഗോപാൽ നടത്തിയത്. അല്ലാതെ പിണറായി വിജയനെ ആക്രമിക്കുകയല്ല ചെയ്തത്. ഇത് ഫലത്തിൽ ഇത് ഇൻഹൗസ് പോരാട്ടമാണ്. അപ്പം ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ചർച്ച വരും. നമ്മളിപ്പോൾ ഇതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? ആ പിണറായി വിജയൻ പാണക്കാട് കുടുംബത്തെ അവഹേളിച്ചോ? അത് ശരിയല്ലല്ലോ. അപ്പൊ ചർച്ച വരുമ്പോൾ ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ടുള്ളത് ആര്യാടൻ കുടുംബമാണെന്ന് ചർച്ച വരുമല്ലോ. ഇവിടെ ജനങ്ങൾക്കിടയിൽ, നിലവിലുള്ള ജനങ്ങൾക്കിടയിൽ, പൊതുസമൂഹത്തിലും. അപ്പൊ ആര്യാടൻ മുഹമ്മദ് ലീഗിനെതിരെ, തങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം വലിച്ചു പുറത്തിടുമല്ലോ. വിഴിപ്പലക്കൽ, പഴയ ഭാണ്ഡങ്ങളെല്ലാം എടുത്ത് ഭാണ്ഡക്കെട്ടഴിച്ചെല്ലാം വിഴിപ്പലക്കുമല്ലോ. അപ്പൊ അലക്കുമ്പോ ആർക്കാണ് ഗുണം കിട്ടുക? അതെനിക്ക് എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിന്. ഒരു വെടിക്ക് 2 പക്ഷിയെ വീഴ്ത്തുക, VD സതീഷിനെയും രമേശ് ചെന്നിത്തലയും വീഴ്ത്തുക, അതിന് പിണറായി വിജയനെ ആയുധമാക്കുക. ഈ തന്ത്രമാണ് KC വേണുഗോപാൽ പ്രയോഗിച്ചത്. ഫലത്തിൽ UDF ക്യാമ്പിൽ ആശങ്കയായി. ലീഗിന്റെ സമുന്നത നേതാക്കൾ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ, സാദിഖലി തങ്ങൾ ഉൾപ്പെടെ UDFന്റെ നിലമ്പൂർ കൺവെൻഷൻ വളരെ പ്രധാനപ്പെട്ട കൺവെൻഷനാണ്. എന്താ പങ്കെടുക്കാഞ്ഞത്? എന്താ സുധാകരൻ വിട്ടുനിന്നത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കൂടുതൽ പറയുന്നില്ല. അതേസമയം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിണറായി വിജയനാണ്. അതുപോലെ സമുന്നത നേതാക്കള്, ഘടകകക്ഷികളുടെ നേതാക്കള് എല്ലാവരും ഇവിടെ അണിനിരന്നു. എന്റെ UDFന്റെ പ്രചരണ യോഗത്തില്, അതായത് കേളികൊട്ട് ലോഞ്ചിങ് ഇലക്ഷൻ കാമ്പയിൻ പരിപാടിയിൽ, പ്രധാനപ്പെട്ട പരിപാടിയിൽ പാണക്കാട് തങ്ങൾ വിട്ടുനിന്നു. പല ലീഗ് പ്രവർത്തകരും നേതാക്കളും വന്നില്ലല്ലോ. കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നല്ലോ, സുധാകരൻ ഉൾപ്പെടെ. ഇത് ചുവരെഴുത്ത് വായിക്കുക. UDF അങ്കലാപ്പിലായി. അപ്പൊ UDFൽ തന്നെ ലീഗ് തന്നെ ഞങ്ങളെ ഇത്രയും നാൾ ദ്രോഹിച്ച, വിമർശിച്ച, അവഹേളിച്ച ആര്യാടൻ കുടുംബത്തിൽ നിന്ന് ഒരാളും ഇനി MLA ആവരുത് നിലമ്പൂരിൽ എന്ന് ലീഗ്, പാണക്കാട്ട് കുടുംബവും ലീഗിന്റെ പല അണികളും നേതാക്കളും വിചാരിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഈ 988 ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, പട്ടണപ്രവേശം. നാടോടിക്കാട്ടിന്റെ 2ാം ഭാഗമായിട്ട് 988 ഇറങ്ങിയ സത്യജാന്തിക്കാട് സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ സിനിമ പട്ടണപ്രവേശത്തിലെ CIDമാരായ ദാസനും വിജയനും കോൺസ്റ്റബിളും പിന്നെ ഓഫീസർ. അപ്പൊ അവിടെ അനന്ത നമ്പ്യാർ, തിലകന്റെ കഥാപാത്രമായ അനന്ത നമ്പ്യാർ ജയിൽ ചാടി വരുന്നു. ജയിൽ ചാടി വരുന്നത് കൂട്ടാളിയായ, കള്ളക്കടത്തിലെ പങ്കാളിയായ പ്രഭാകരൻ തമ്പി, കരമന ജനാർദ്ദൻ നായരുടെ കഥാപാത്രം പ്രഭാകരൻ തമ്പിയുടെ വീട്ടിലേക്കാണ്. ആ സീനൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കൂടുതൽ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പത്രം രാവിലെ വായിക്കുന്ന പ്രഭാകരൻ തമ്പി എന്ന കരമന ജനാർദ്ദൻ നായരുടെ കഥാപാത്രം റെയ്ഡ്, കള്ളക്കടത്ത്, അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന വാർത്ത വായിച്ചിട്ട് മാന്യമായിട്ട് കള്ളക്കടത്ത് നടത്തിപ്പോലും ജീവിക്കാനാവില്ല എന്ന മാതിരി ഒരു ഡയലോഗ് പ്രഭാകരൻ തമ്പി പറയുന്നുണ്ട്. അനന്തമ്പ്യാര് തലേ മുണ്ടുവിട്ടിട്ട്, പിന്നെ രാഹുൽ മാക്കൂട്ടം അൻവറെ കാണാൻ കഴിഞ്ഞ ദിവസം രാത്രി പോയ പോലെ തലേ മുണ്ടുവിട്ടിട്ട് വന്ന് അവിടെ കയറി അഭയം പ്രാപിക്കുന്നു തിലകന്റെ അനന്തമ്പ്യാർ. അപ്പോഴാണ് പറയുന്നത്, മാന്യമായിട്ടൊരു കള്ളക്കടത്ത് പോലും ചെയ്ത് ജീവിക്കാൻ മനുഷ്യന്മാർ അനുവദിക്കത്തില്ലല്ലോ, പോലീസും മറ്റേ ഏജൻസികളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ. എന്താ PV അൻവറിന്റെ വിഷയം? കസ്റ്റംസ്
സ്വർണം പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നു. അത് കേരള പോലീസ് പിടിക്കുന്നു. അതിനെതിരെയാണ് അൻവർ ആദ്യം ശബ്ദിക്കുന്നത്. കരിപ്പൂർ എയർപോർട്ടിനകത്ത്, കോഴിക്കോട്ട് വിമാനത്താവളം പറഞ്ഞാൽ കരിപ്പൂറാണ്. കരിപ്പൂർ എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലല്ല. കോഴിക്കോട് നഗരത്തിൽ നിന്ന് എത്രയോ അകലെയാണ്, തേഞ്ഞിപ്പലവും കഴിഞ്ഞ് എത്രയോ അകലെയാണ്, മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം, കോഴിക്കോട് വിമാനത്താവളം നമ്മൾ പറയുന്നത്. അപ്പൊ അവിടുന്ന് സ്വർണം പിടിക്കുന്നു, കസ്റ്റംസ് വിട്ടുകൊടുക്കുന്നു കള്ളക്കടത്ത് സ്വർണം എത്രയോ നാളുകളായിട്ട്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ കേരള പോലീസ് പിടിക്കുന്നു. അപ്പൊ കേരള പോലീസ് ശരിയല്ല. കേരള പോലീസിൽ സംഘികളുണ്ട്, അല്ലെ ഇങ്ങനെയുള്ള നടപടികൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ അൻവർ രംഗത്ത് വന്നത്. അപ്പൊ അൻവറിന്റെ താല്പര്യം എന്തായിരുന്നു? സ്വർണ പ്രശ്നമായിരുന്നു. അപ്പൊ കേരള പോലീസ് കണ്ണടയ്ക്കണം. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തു വരുന്ന പിന്നെ സ്വർണം ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം. കേരള പോലീസ് പിടിക്കാൻ പാടില്ല. അപ്പൊ കസ്റ്റംസിന്റെ വൻ അഴിമതി, സ്വർണ്ണക്കടത്തിൽ, കപാല പണം കടത്തലിലും ഒക്കെ കരിപ്പൂർ നടന്നുകൊണ്ടിരുന്ന എത്രയോ നാളുകളായിട്ട്. അത് കേരള പോലീസ് പിടിക്കുന്നു. പിടിച്ച കണക്ക് എന്താണ്? എത്ര കിലോ പിന്നെ സ്വർണ്ണ പിടിച്ചത്? കഴിഞ്ഞൊരു 3-4 വർഷത്തെ കണക്കെടുത്തിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 150 കിലോ സ്വർണമാണ്, അനധികൃതമായി കൊണ്ടുവന്ന സ്വർണമാണ് പിടിച്ചത്. 150 കിലോ. അതിന്റെ വാല്യൂ എത്രയുണ്ടെന്ന് കൂട്ടുക. പിന്നെ 123 കോടിയുടെ കള്ളപ്പണം, ഹവാല പണവും പിടിച്ചു മലപ്പുറത്ത് ഉള്ള കരിപ്പൂർ, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന്. അപ്പം മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണവും കള്ളപ്പണവും പിടിച്ചിട്ടുള്ളത് കേരളത്തിലെ വിമാനത്താവളത്തിൽ, അത് ജില്ല പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഇന്നടത്തുനിന്നാണ്. ഇതല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? ആ പറഞ്ഞതിൽ മുഖ്യമന്ത്രി വീണ്ടും ഉറച്ചു നിന്നല്ലോ, തിരുത്തിയില്ലല്ലോ. ഇപ്പൊ ഈ വിഷയം എടുത്തിടാൻ കാര്യം എന്താണ്? അൻവറിന്റെ ഈ വിഷയം. അപ്പൊ മലപ്പുറം ജില്ലയെ അവഹേളിച്ചു അത്രേ പിണറായി വിജയൻ. പിണറായി വിജയൻ എവിടെ അവഹേളിച്ചത് മലപ്പുറം ജില്ലയെ? കൃത്യമായ പോലീസിന്റെ കണക്ക്, കള്ളപ്പണം പിടിച്ചതും കള്ളക്കടത്ത് സ്വർണം പിടിച്ചതിന്റെ കണക്ക് പുറത്തുവിട്ടതാണോ മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കൽ? വിവരമുള്ളവർക്ക് മനസ്സിലാവും ആക്ഷേപിക്കലൊന്നും അതിൻ്റെ അകത്തില്ല. ഉള്ള സത്യം പറഞ്ഞു. ആ സത്യം ഇപ്പോഴും സത്യമായിട്ട് നിലനിൽക്കുന്നു, വസ്തുതയായിട്ട് നിലനിൽക്കുന്നു. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വർണവും കള്ളക്കടത്ത് സ്വർണവും കള്ളപ്പണവും വരുന്നത് കരിപ്പൂര് വഴിയാണ്. അതിന് പിന്നിൽ ആരൊക്കെയുണ്ട്? ഏതൊക്കെ ജ്വല്ലറികൾ, ഏതൊക്കെ കച്ചവടക്കാര്? എന്തേ അൻവറിന് പൊള്ളിയത്? പി വി അൻവറിന് പൊള്ളിയത് എന്തേ? പി വി അൻവർ കേരള പോലീസിനെതിരെ രംഗത്ത് വന്നത്, ആഭ്യന്തര വകുപ്പിനെതിരെ രംഗത്ത് വന്നത്, മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത്, മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പിടിച്ച് അതിൻ്റെ അകത്ത് ഇട്ടത്? അതിൻ്റെ അകത്ത് നിഗൂഢ ലക്ഷ്യങ്ങളില്ലേ? ഉണ്ട്. ഇത് പി വി അൻവർ അനാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ജനങ്ങൾക്കറിയാം, നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. ഇനി നിലമ്പൂരിൽ ആര് ജയിച്ചാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നിയമസഭാ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ വെറും 1 വർഷത്തേക്ക് ഒരു MLA തിരഞ്ഞെടുക്കേണ്ട ഗതികേടിലേക്ക് നിലമ്പൂരിലെ വോട്ടർമാർ എത്തിച്ചത് ആരാണ്? അതിന് ഉത്തരവാദി ആരാണ്? അതിന്റെ ലക്ഷ്യം എന്താണ്? അതിന്റെ സ്വാർത്ഥ താല്പര്യം എന്താണ്? എന്തുകൊണ്ട് അദ്ദേഹം ഇടതുമുന്നണി വിട്ടു? എന്തിന് അദ്ദേഹം ഇത് ഉന്നയിച്ച ഈ വിഷയങ്ങൾ? അപ്പൊ അത് ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ചെറിയ കാര്യമല്ല. അപ്പൊ ഈ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണിത്. ഒരാവശ്യമില്ലാതെ എത്ര പണമാണ് അതിന് കോടികളെല്ലാം ചെലവഴിക്കേണ്ടി വരുന്നത്? മെഷീനറി, യന്ത്രങ്ങള്, പിന്നെ ഇലക്ഷൻ കമ്മീഷന്, സർക്കാർ എത്ര പൈസ ചെലവഴിക്കണം ഈ ഒരു ബൈ ഇലക്ഷൻ, ഒരു കൊല്ലത്തേക്ക് ഒരു MLA തിരഞ്ഞെടുക്കാൻ? അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് പ്രതീക്ഷിക്കുന്നത്. അൻവറിന്റെ അജണ്ട അവിടെ പരാജയപ്പെടണം. KC വേണുഗോപാലിന്റെ അജണ്ട അവിടെ പരാജയപ്പെടണം. VD സതീശന്റെ അവിടെ അജണ്ട അവിടെ പരാജയപ്പെടണം. അവിടെ ഒരു നേർ രാഷ്ട്രീയം ഉണ്ടാവണം നിലമ്പൂരിൽ, നേരിന്റെ ഒരു രാഷ്ട്രീയം. അത് അവിടുത്തെ വോട്ടർമാർ തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.